കാരണം പ്രധാനമന്ത്രി മോദിക്കറിയാം അയാളെ തളയ്ക്കാൻ നടക്കുവാണ് സംഘ് പരിവാർ കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഒരു വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് സംഘ് പരിവാറിന് ഇത്രയും പുകഴ്ത്തി അടിച്ചത്. ഒരു മണിക്കൂറിൽ നീണ്ടു നിന്ന് പ്രസംഗം, അല്ലാതെ വെറുതെ ഉണ്ടാക്കി വന്ന സംഭവമൊന്നുമല്ല. പിടികിട്ടിയോ ഞാൻ ഈ പറയുമ്പോഴേ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച? അതായത് പൊളിറ്റിക്കലി ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 11 വർഷം കൊണ്ട് നടക്കാത്ത സംഭവം ഇപ്പോൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ടായ അക്സെപ്റ്റൻസ്. രണ്ടാമത് സംഘ് പരിവാർ പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധിയെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു മോദിയെ എതിർക്കാൻ. അതായത് മോദിയെ മാറ്റുക എന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതാണ് ഞാൻ നേരത്തെ 2-3 വീഡിയോ വീണ്ടും ആവർത്തിക്കുന്നു, മോദിയെ ഇവർ മാറ്റും. ഇതിന് പല കോൺസ്പിറസി തിയറിയും മറ്റ് പലതും എന്ത് പറഞ്ഞാലും, അതായത് ചന്ദ്രബാബു നായിഡുവായിട്ട് ചിലപ്പോൾ ചന്ദ്രബാബു നായിഡു പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. അങ്ങനെ വരെ ടോക്സ് നടക്കുന്നുണ്ട്. അതായത് വരാനുള്ള സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടാകുന്ന വലിയൊരു മാറ്റം നമുക്കെല്ലാവർക്കും സാക്ഷിയാകാം എന്നാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്.